പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSC വേണ്ടിയുള്ള നല്ല പഠിത്തത്തിലായിരിക്കും എല്ലാവരും അല്ലേ? അതോ പഠിക്കുന്നില്ലേ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? അപ്പൊ എക്സാമിന്റെ ഏകദേശം മാസം നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 മാസമാണ് ഇപ്പോൾ നിലവിൽ PSC നമുക്ക് അറിയിച്ചിട്ടുള്ളത്. മിക്കവാറും ആഗസ്റ്റ് തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. അറിയില്ല, എന്തായിരുന്നാലും കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കൺഫർമേഷൻ ഡേറ്റ് കൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ പല കുട്ടികളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാകട്ടെ, അതല്ലാത്ത പുറത്തുള്ള കുട്ടികളാകട്ടെ, ആരോകട്ടെ, അവർ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ എങ്ങനെ പഠിച്ചാലാണ് നമുക്കൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അപേക്ഷകർ എത്രയുണ്ട്, ഒത്തിരി പേരുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം നമ്മൾ ഏതായിരുന്നാലും ഇത് പഠിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു HSC സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കാരണം ഒരു 6 ജില്ലകളാണ് ഇപ്പോൾ ഒരുമിച്ച് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ ഈ വരാനിരിക്കുന്ന JLT എക്സാം ആയിരുന്നാലും അതല്ലെങ്കിൽ LPRB എക്സാം ആയിരുന്നാലൊക്കെ ചിലത് ഒരേ ജില്ലകൾ മാത്രം വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു ജില്ല വിളിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള 14 ജില്ലകളിലെയും ആളുകൾ അപേക്ഷ കൊടുക്കുന്നത് ഒരു ജില്ലയിലായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇത്രയും ജില്ലകൾ, എത്ര ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഏകദേശം 6 ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് അല്ലെ? തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, ഇങ്ങനെ ഇത്തരം ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരം ജില്ലകൾ ഒരുമിച്ച് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 14 ജില്ലകളിലെ ആളുകൾ സ്പ്ലിറ്റ് ആയിട്ട് പോകാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുവർണ അവസരമാണ്. അപേക്ഷകർ ഒരു ജില്ലയിൽ വിളിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വെറുതെ ചുമ്മൊരു പഠനമൊന്നും കാഴ്ചവെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തലല്ല, നിങ്ങൾക്ക് ജോലി നേടിയെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഇതിന്റെ സാലറി സ്കെയിൽ ഒന്ന് നോക്കി. നിങ്ങൾ 35,600 മുതൽ 75,400 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. നല്ലൊരു സാലറി അല്ലേ? നല്ലൊരു സാലറിയാണ്. മാത്രമല്ല, ഇതിന്റെ മറ്റു ആനുകൂല്യങ്ങൾ നോക്കുമ്പോൾ വേറെയും അല്ലെ. ഇനിയിപ്പോ പുതിയ ശമ്പള പരിഷ്കരണം വന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, നമുക്കുള്ള ബെനിഫിറ്റുകളാണ്. അപ്പൊ ഇതിനേക്കാളൊക്കെ സാലറി ഹൈപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും നല്ല സാലറി ഉള്ള ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നിങ്ങളത് മനസ്സിലേക്ക് അങ്ങ് കൊണ്ടുവരിക. പലപ്പോഴും പല കുട്ടികൾക്ക് പറ്റുന്നത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാം ഡേറ്റ് ആകുമ്പോൾ ഒരു 1-2 മാസം ഉണ്ടാകുമ്പോൾ ഒരു പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കലാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബഹുഭൂരിഭാഗം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ആകട്ടെ, ഹോൾ ടിക്കറ്റ് വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ വന്നെന്നിരിക്കാൻ, ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇത്രയും ജില്ലകൾ ഒരുമിച്ച് വിളിച്ചു, ഇത്രയും നല്ലൊരു സാലറി ഉള്ള ജോലിയാണ്. സോ എന്തുകൊണ്ട് എനിക്കിത് നേടിക്കൂടാ? കേവലം ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നതല്ല, മറിച്ച് എന്തുകൊണ്ട് ഈ ജോലി നേടിക്കൂടാ എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വന്നിട്ടുള്ള പല ജില്ലകളിലും അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. ഇതിൽ തന്നെ നമുക്ക് അപേക്ഷകരെ ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ കൺഫർമേഷൻ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്നത് 319 ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു. അതിൽ 154 ആളുകളാണ് ഇന്ന് എക്സാം എഴുതിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അന്നും ഇതേപോലെ 4-5 ജില്ലകൾ ഒരുമിച്ചാണ് വിളിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ആപ്ലിക്കൻസ് അവിടെ കുറവുണ്ടായത്. അതുപോലെ തന്നെ എറണാകുളം നോക്കുമ്പോൾ 93 പേര് അപ്ലൈ ചെയ്തു. 22 ആളുകളാണ് അവിടെ എന്തിട്ടുള്ളത്, എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കണക്ക് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ഓക്കെ, ഇത്ര വലിയ, സാധാരണ നമ്മളിപ്പോ ഹിന്ദി അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ജനറൽ PSC ഒക്കെ നോക്കുമ്പോൾ അത്ര വലിയൊരു സംഖ്യയല്ല ഇവിടെ വരുന്നത്. മനസ്സിലാവണ്ടേ? മലപ്പുറത്തിന്റെ ഒക്കെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 61-62 ആ ഒരു റേഞ്ചിലാണല്ലോ. 61 പേരാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ 61 പേരാണ് മലപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ തന്നെ എത്ര ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു ആമുഖമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി സർവീസിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവേണ്ട? അതിന് നമ്മുടെ മുമ്പിൽ സിലബസ് ഉണ്ട്. ആ സിലബസ് ആണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്.
മനസ്സിലാവുന്നുണ്ട്. ആ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, ആ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ജി കെ പേപ്പർ നിങ്ങൾ പഠിക്കുക. ജി കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല, ചെയ്യാനും പാടില്ല. കാരണം ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആണ്. ഇത് എലിജിബിലിറ്റി മാർക്ക് മാത്രം നേടിയിട്ട് പോരാ, അല്ലെങ്കിൽ അങ്ങനെ ഇത്ര മാർക്ക് നേടിയാൽ മതി, ഇത്ര മാർക്ക് നേടിയ ജോലി, അങ്ങനെയല്ല. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എത്ര മാർക്ക് വേണം റാങ്ക് കിട്ടാൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് 100 മാർക്കിനാണ്. 100 മാർക്കിനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലാവുന്നില്ല? ഈ 100 മാർക്കിന് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ജി കെയും ഫോളോ ചെയ്യുക, മെയിൻ സബ്ജക്റ്റും ആയിട്ടുള്ള നിങ്ങൾ സിയും ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ PYQ ക്വസ്റ്റ്യൻസ് നോക്കുന്നതും കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആഗസ്റ്റിലാണ് എക്സാം നടക്കുന്നതിൽ ഇത്രയും ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു, ഇത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇന്ന് മുതൽ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാം. ആ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുവാനും ഗവൺമെന്റ് സർവീസിലേക്ക് കയറുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക. കൺഫർമേഷൻ ഡേറ്റ് വരുമ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അക്ലോറയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സീയിങ്ങിന്റെ ബാച്ച് നടക്കുന്നുണ്ട്. ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ റെക്കോർഡ് ക്ലാസ്സിന്റെ ഒക്കെ പ്രത്യേകത നമുക്ക് നമ്മുടെ ടൈമിൽ ഇരുന്ന് കാണാൻ സാധിക്കും. ലൈവ് ക്ലാസ്സിലൊക്കെ ആ ഒരു പ്രയാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ആ ക്ലാസ്സുകൾ സീയിങ്ങിന്റെ ക്ലാസ്സുകളായിരുന്നാലും ജി കെയുടെ ക്ലാസ്സുകളായിരുന്നാലും ഒക്കെ അക്കലോറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, സംഭവങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് എക്സാം എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ടാസ്ക് ഇതാണ്, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യലാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക്. അത് കഴിഞ്ഞിട്ടാണ് റിവിഷനും ഡിസ്കഷനും അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കാരണം സിലബസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യലാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എടുക്കുമ്പോൾ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാകും, അവിടെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും, അതേപോലെ തന്നെ മോഡൽ OMR എക്സാംസ് ഉണ്ടാകും. ഇതിനകത്തേക്ക് പരിശീലനം നൽകി നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം OMR തന്നെ എത്രയോ മിസ്റ്റേക്കുകൾ വരുത്തുന്ന കുട്ടികളുണ്ടെന്ന് അറിയാമോ? അപ്പൊ അതൊക്കെ നമ്മൾ ഈ OMR എക്സാം പ്രാക്ടീസിലൂടെ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ ബാച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസിനും ഇപ്പോൾ ഓഫർ ഫ്രീ ഉണ്ട്. ഓഫർ ഫീൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഒറ്റയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പക്ഷെ ഒരു ഗൈഡൻസ് എപ്പോഴും ഉള്ളത് നല്ലതാണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ ഇതാണ്. പക്ഷെ ഫസ്റ്റ് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് എക്സാം എടുക്കുമ്പോഴാണ് നമ്മുടെ റിവിഷൻ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റിവിഷൻ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ അതിനുവേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഗൗരവവും കാര്യവും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പഠനം നല്ല രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. HSS സ്വിങ്ങിന്റെ പുതിയ അപ്ഡേഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.